ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, വിപണനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് തുരത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ചു. മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ ബിജെപി നേതാവ് പി സി ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് 3 ദിവസം സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു വിതരണം ചെയ്ത ശേഷം ബീഹാറിലെ ഭാഗൽപൂരിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭക്ഷ്യ വിഭവങ്ങൾ ലോകത്തെല്ലായിടത്തും എത്തിക്കുക എന്നതാണ് തന്റെ സ്വപ്നം. ഇതിനോടകം 22,000 കോടിയിലധികം രൂപ രാജ്യത്തെ കർഷകർക്ക് ലഭ്യമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ റവന്യൂ ദിനാഘോഷത്തിന്റെ ഭാഗമായി റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ നയം പ്രാവർത്തികമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ഭരണ നടപടികളുടെ ശരിയായ സ്വാദ് അനുഭവിക്കാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു കാര്യത്തിന് പലവട്ടം ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരിക, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില തെറ്റായ ആവശ്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരിക, ഇതെല്ലാം പൊതുവെ വലിയ അതൃപ്തിയാണ് ആളുകളിൽ ഉണ്ടാക്കുക. അതല്ല നാം ആഗ്രഹിക്കുന്നത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്കാകെ കഴിയേണ്ടതുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ മരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ആറളം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പുൽപ്പള്ളിയിലേതുപോലെ ആറളത്ത് AI സംവിധാനം ഉപയോഗപ്പെടുത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ മതിൽ നിർമ്മിക്കും. ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ആറളത്ത് പ്രതിഷേധം രൂക്ഷം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം എത്തിയപ്പോൾ പ്രതിഷേധക്കാർ ആംബുലൻസ് തടഞ്ഞു. സർവകക്ഷിയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കി. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഈ മാസം 27-ന് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വിവിധ വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് ഉൾപ്പെടെ സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമാപിച്ചു. വോട്ടെണ്ണൽ നാളെ നടക്കും. സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കരൾ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി, മലപ്പുറം, തിരൂർ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. പിന്നീട് സംസ്ഥാനത്ത് ഉടനീളം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളീയർ കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചുവരണമെന്ന് മന്ത്രി OR കേളു. ചെറുകിട കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപ്പാക്കുന്ന പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 19ാം ഗഡു വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിൽ മാറ്റം വരണമെന്നും തരിശായി കിടക്കുന്ന സ്ഥലമെല്ലാം കൃഷിക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ കോടതിയിൽ കീഴടങ്ങിയ BJP നേതാവ് PC ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് റിമാൻഡ് ചെയ്തത്. ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് PC ജോർജ് കീഴടങ്ങിയത്. ഡൽഹി നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. രോഹിണി മണ്ഡലത്തിൽ നിന്നുള്ള MLA വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. പുതിയ മുഖ്യമന്ത്രി രേഖ ഗുപ്തയും 6 മന്ത്രിമാരും ഇന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നാളെ ഡൽഹി നിയമസഭയെ അഭിസംബോധന ചെയ്യും. ഇടുക്കി ജില്ലയിലെ മണ്ണ് സാമ്പിളുകളിൽ pH മൂല്യം വർദ്ധിച്ച് വരുന്നതായി പരിശോധനാ ഫലം. സാമ്പിളുകളിൽ 87% അസിഡിക് സോയിലാണെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ജില്ലാ മണ്ണ് പരിശോധന ലബോറട്ടറി അധികൃതർ കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അമിത മഴയും ജില്ലയിലെ ഭൂമിയുടെ ചായ്വും രാസവളത്തിന്റെ അമിത പ്രയോഗവുമാണ് മണ്ണിൽ pH മൂല്യം വർദ്ധിക്കുന്നതിന് കാരണം. അമ്ലത്വമേറിയ മണ്ണിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അളവ് വർദ്ധിക്കുമെങ്കിലും ചെടികൾക്ക് കൂടുതൽ ആവശ്യമുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ ലഭ്യത കുറയും. അമിത മഴ മൂലം മേൽമണ്ണ് അധികവും ഒഴുകിപ്പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ സൾഫറിന്റെ സാന്നിധ്യം പര്യാപ്തമായിരുന്നു. ഈ വർഷം 85% സാമ്പിളുകളിലും സൾഫർ അപര്യാപ്തമാണ്. ഇത് ചെടികളിൽ മഞ്ഞളിപ്പ് പോലുള്ള രോഗങ്ങൾക്കിടയാക്കും. ചെടിയുടെ വളർച്ചയെ ബാധിക്കുന്ന ഫോസ്ഫറസ് 50% മണ്ണിലുമുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ 3 ദിവസം സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വെള്ളിയാഴ്ച മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും അറിയിപ്പ്. ആശാവർക്കർമാരുടെ സമരം ന്യായമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് വളരെ ഗൌരവമേറിയ വിഷയമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടിയാലോചിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അവർ നിർദ്ദേശിച്ചു. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലും ജിയോ വേൾഡ് ഗാർഡൻസിലുമായി നടക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി AI അവതാർ ക്രിയേറ്റർ ചാലഞ്ച്, കോമിക് ക്രിയേറ്റർ ചാമ്പ്യൻഷിപ്പ്, അനിമെ മാൻഗ മത്സരങ്ങൾ, പ്രൊമോ വീഡിയോ ചാലഞ്ച് തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം എടക്കര ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യും. തുടർന്ന് വോട്ടിംഗും നടക്കും. നിലവിലെ പ്രസിഡന്റ് CPMലെ TP റീനയ്ക്കെതിരെയാണ് UDFലെ 10 അംഗങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കഥാഗതി 2025 നാളെ നടക്കും. അഖില കേരള യുവ സാഹിത്യ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കഥാകൃത്തുക്കൾക്കായുള്ള ചെറുകഥാ ശില്പശാലയാണ് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 ശില്പശാല ആരംഭിക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ബുധനാഴ്ച തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള സർവീസ് രാത്രി 11:30 വരെയുണ്ടാകും. വ്യാഴാഴ്ച ആലുവയിൽ നിന്നുള്ള സർവീസ് വെളുപ്പിന് 4:30 ആരംഭിക്കും. തുടർന്ന് രാവിലെ 6 മണിവരെ അരമണിക്കൂർ ഇടവിട്ടും പിന്നീട് സാധാരണ നിലയ്ക്കും ആലുവയിൽ നിന്ന് സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, വിപണനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് തുരത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ചു. മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ BJP നേതാവ് PC ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് 3 ദിവസം സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.